ഒക്ടോബർ 17 തിരുസഭ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോ ഒരിക്കൽ ഒരു ശിശുവിനെ വിളിച്ച് ആരാണ് തങ്ങളിൽ വലിയവനെന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന അപ്പസ്തോലന്മാരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ വിനീതരാകുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ശിശുവാണത്രേ AD 69 എവാരിയൂസിന്റെ മരണത്തിനു ശേഷം അന്ത്യോക്യയിൽ മെത്രാനായത് എന്നൊരു പാരമ്പര്യമുണ്ട്. ഇഗ്നേഷ്യസ് തൻ്റെ അജഗണത്തെ വളരെ താല്പര്യത്തോടെ ഭരിച്ചു പോന്നു. അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായിരുന്നതിനാൽ സിറിയയിലെ മെത്രാന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞതിനു ശേഷം മാത്രമാണ് സമസ്തവും ചെയ്തിരുന്നത്. AD 105 ട്രാജൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചു. അദ്ദേഹം ഭാർത്തിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബിഷപ്പ് ഇഗ്നേഷ്യസിനെ വിളിച്ചു ചോദിച്ചു, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിൻ്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാച് താങ്കളാണോ? ഞാൻ പിശാചല്ല. ദൈവദാസരെ കാണുമ്പോൾ പിശാച് ഓടുന്നു. ഞാൻ ഈശോയുടെ പുരോഹിതനാണ്. എനിക്ക് ജുപ്പിറ്ററിൻ്റെ പിശാച് ആകേണ്ട. ട്രോജൻ ഉടനെ കൽപ്പിച്ചു, ഇയാളെ റോമായിൽ കൊണ്ടുപോയി പൊതുവിനോദ ദിവസം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുക. റോമാക്കാർക്ക് അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ നിർമ്മല അപ്പമാകുവാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ച് പൊടിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചിലരെ അവർ തൊടാറില്ല. അങ്ങനെ എനിക്കും സംഭവിക്കാതിരിക്കട്ടെ. AD 107 ഡിസംബർ 20 അദ്ദേഹത്തെ സിംഹത്തിന് ഇട്ടുകൊടുത്തു. വലിയ അസ്ഥികളൊഴികെ ബാക്കിയെല്ലാം അവ തിന്നു. പിറ്റേ ദിവസം ഇഗ്നേഷ്യസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫീലോ, അഗാത്തോപോഡുസ് എന്നീ ഡീക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവത്രേ. വിശുദ്ധൻ നമ്മളോടും പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയം പോലെ സൂക്ഷിക്കുക, ഐക്യത്തെ സേവിക്കുക, ഛിദ്രങ്ങൾ വർജിക്കുക. ക്രിസ്തു പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുവിൻ. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാൾ ആശംസകൾ.